OnePlusന്റെ OnePlus 13 mini എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ക്രീൻ സൈസിൽ വരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus 13 mini എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6.3 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ സൈസ് ആയിരിക്കും ഇതിൽ വരിക. പിന്നെ അമോലെഡ് ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. LTP എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും ഇതിൽ സപ്പോർട്ട് ചെയ്യുക. പഞ്ചോൾ ഡിസൈൻ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ക്രീൻ സൈസ് ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരും. പിന്നെ ഇതിൽ ഗ്ലാസ് ബാക്ക് ബോഡി ആയിരിക്കും വരിക. അതുപോലെ തന്നെ മെറ്റൽ മിഡിൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 എന്നുള്ള പ്രോസസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇത് സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. അപ്പം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പെർഫോമൻസ് തന്നെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ട് ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 8GB റാമും 256GB ഇന്റേണലും വരും. 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. മിക്കവാറും വേറെയും വെർഷൻസ് വരും. 512GB ഇന്റേണലൊക്കെ ഒരു വെർഷൻ വന്നേക്കാം. പിന്നെ LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിലുണ്ടാവാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്കും ഇതിൽ വന്നോളണം എന്നില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. Android 15 ബേസ് ആയിട്ടുള്ള ഓക്സിജനോസ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇത് സോണി IMX 906ന്റെ സെൻസർ ആയിരിക്കും. ഇതിൽ OSന്റെ സപ്പോർട്ട് വരും. പിന്നെ 50 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ 8 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വന്നേക്കാം. ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. അപ്പം അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ സ്ക്രീൻ സൈസ് കുറവാണ് എന്നുണ്ടെങ്കിലും മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. അത് നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വന്നേക്കാം. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം സ്ക്രീൻ സൈസ് കുറവാണെന്നുണ്ടെങ്കിലും നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏപ്രിലിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60,000 55,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും OnePlusന്റെ 13 mini എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ചിലപ്പം ചില മാർക്കറ്റുകളിൽ ഈ ഫോൺ OnePlus 13T എന്ന പേരിലായിരിക്കും ലോഞ്ച് ചെയ്യുക. എന്തായാലും ഏതൊക്കെ മാർക്കറ്റാണ് എന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.